കാരിക്കൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അതിൻ്റെ ശതോത്തര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി പഴയ ദേവാലയം നവീകരിച്ച് ശുദ്ധീകരണം ചെയ്യുകയാണ്. ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ അവിടെ ക്രമീകൃതമായി നടക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനി കൊല്ലം ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന കാലത്ത് 1901 അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ് ദേവാലയത്തിന് കല്ലിട്ട് ഈ പരിശുദ്ധ ദേവാലയം തുടങ്ങുന്നത്. ആ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി ദേവാലയം പുനർനിർമ്മിച്ച് ഏറ്റവും മനോഹരമാക്കിയിരിക്കുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും അവിടെയുള്ള ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും എത്രപ്പെട്ടവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അറിയിച്ചു. പുനർനിർമ്മിച്ച ദേവാലയത്തിൻ്റെ കൂദാശയും ശുദ്ധീകരണവും ദൈവാനുഗ്രഹമായാൽ 2025 നവംബർ മാസം 28 വെള്ളിയാഴ്ചയും അതോടുകൂടി പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയോടുകൂടി അത് നിർവഹിക്കുകയാണ്. ഇത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. അതിനുശേഷം പരിശുദ്ധ ബാവാ തിരുമേനിയുടെ അധ്യക്ഷതയിൽ ജാനുവരി മാസം അതിൻ്റെ ആഘോഷങ്ങളും പൊതുസമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നതാണ്. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഉണ്ടാവട്ടെ. അല്പമായോ അധികമായോ ഈ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിച്ച ഏവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ് ജോർജ് ഓർത്തഡോക്സ് കാരിക്കൽ ഇടവഴിക്ക് അതിൻ്റെ ഇടവാംഗങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ കൂടുതൽ ദൈവിക അനുഗ്രഹങ്ങളും ആ പ്രദേശത്തിന് ദൈവിക ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത ബലഹീനനായ ദീവന്നാസ്യോസ് മെത്രാപ്പോലീത്ത ദൈവം അനുഗ്രഹിക്കട്ടെ.